മരി, എന്താ ഗ്രാൻഡിസ് കാർഡ് കണ്ടില്ലേ? എത്ര ഗംഭീരമായിട്ടാണ് വളർന്നിരിക്കുന്നതെന്ന്. ഇത് ലേലമെടുത്ത് വെട്ടാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാ മനസ്സിന് ഭയങ്കര വേദന. ചേട്ടാ, ലേലെടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ അയാളെ കൈ വെട്ടും. നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരെ കഴുത്ത് വെട്ടും. ദേഷ്യപ്പെടല്ലേ ചേട്ടാ? പക്ഷെ സാഹചര്യം അതല്ലല്ലോ. കാട്ടിനകത്തെ ചെന്നായ്ക്കൾ കുറേ ഉണ്ട്, അത് കടിക്കുന്നു. അകത്ത് പോയ ജീവനോട് വരാൻ പറ്റില്ലെന്ന് ഇവിടെ ഉള്ളവന്മാർ പറഞ്ഞു വെച്ചിരിക്കുക. അതും വിശ്വസിച്ച് ആരും പണിക്ക് വരാറില്ല. പിന്നെ നിങ്ങൾ കാശും കൊടുത്ത് ഈ കാട്ടിൽ ലേലം എടുത്തിട്ട് വല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞേ. മരേ, ഈ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ ആർക്കും തിരിച്ചു വരാൻ പറ്റില്ലെന്ന് പറയുന്നുള്ളത്. അത് നോക്കിയ ഒരു പെണ്ണ് തേൻ എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് കണ്ടില്ലേ? ചേട്ടായി, ആ പെണ്ണിന്റെ പുറകെ ഒന്ന് നോക്കിയേ. അയാൾ തോക്ക് വെച്ചിരിക്കുന്നുണ്ടില്ലേ? ആ പെണ്ണ് ജീവനോടെ ഇരിക്കേണ്ട കാരണം ആ തോക്കാണെന്നേ. തോക്കിന് പേടിക്കാത്ത മൃഗമല്ല ഉണ്ടാന്ന് പറഞ്ഞേ. ആ ദാസ് വരൂ. എന്താ കൂപ്പോണറെ, സുഖമാണോ? MLA കാര്യം കൊണ്ട് എല്ലാം നന്നായിരിക്കുന്നു. ഗവൺമെന്റ് പാസ് തന്നു എന്ന് തോന്നുന്നു. അതെ സാറേ. ഈ വർഷം എത്ര കാടാ ലേലം എടുക്കുന്നത്? അതിനെപ്പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ആ കാട്ടുപാളത്തിൻ്റെ അടുത്ത് ഒരു കാടുണ്ടല്ലോ, ആ കാട് ഞാൻ ലേലത്തിലെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന് സാറിൻ്റെ ഒരു സഹായം വേണം. അത് അത്ര നല്ല കാടല്ലല്ലോ. കാട്ടിനകത്ത് മൊത്തം ചെന്നായ്ക്കളാവില്ല. സംഭവിച്ചാലോ ആ നാട്ടുകാരെ വോട്ട് ഒന്നും തന്നെ കിട്ടാതെ പോകും. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സാറേ. അത് മര്യാദയ്ക്ക് വെട്ടുകയാണെങ്കിൽ എല്ലാ വോട്ടും നിങ്ങൾക്കുള്ളതാണ്. കാടെങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറുക്കനൊക്കെ ഓടിപ്പോക്കുള്ളന്നേ. ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. അതല്ല, കാട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാലും പാസ് ക്യാൻസലായി പോകും, കയ്യിലുള്ള കാശും പോകും. ആലോചിച്ചോളൂ. അങ്ങനെ ഒന്നും നടക്കാണ്ട് ഞാൻ നോക്കിക്കൊള്ളാമേ. എനിക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഇല്ല. ശങ്കര, പറയച്ചാ. ആ DFOക്ക് ഫോൺ ചെയ്ത് ആ ചെന്നായ്ക്കാട്ടിനെ ഇയാൾക്ക് ടെൻഡർ കൊടുക്കാൻ പറ. ശരിയച്ചാ. വളരെ സന്തോഷം. ഞാൻ പോയിട്ട് വരാം. നമ്മുടെ പാർട്ടിയെ മറക്കരുത്. ഒരിക്കലും ഇല്ല പറയാനുള്ളൂ. ചേട്ടായി, നിങ്ങളുടെ തീരുമാനം ശരിയില്ല കേട്ടാ. ആരോട് ചോദിച്ചിട്ടേ ഈ ടെൻഡർ എടുത്തേ? നീയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയാ. നീയല്ലേ പറഞ്ഞത് തോക്കിനെ പേടിക്കാത്ത മൃഗമില്ല എന്നുള്ളത്? ആ തോക്ക് കൊണ്ടാണ് ഞാൻ കുറുക്കന്റെ കട വെട്ടാൻ പോകുന്നത്. അത് ആദ്യം വെച്ചിട്ട് തോക്കല്ലേ, അതിൽ വെടി വെച്ചാ പ്രാവ് പോലെ കുറച്ചു നേരം ഉറങ്ങി വെച്ചിട്ട് കഴിച്ചു പറഞ്ഞു. പേടിക്കണ്ടമാരി. ഞാൻ പറഞ്ഞത് ഒറിജിനൽ തോക്ക് വെച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയാ. യഥാർത്ഥ വേട്ടക്കാരന്മാരെ വേണമെങ്കിൽ തേനിലേക്ക് പോകണം. എന്നാ പോ. ശരി ചേട്ടായി. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കൂല അവർ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സ്വപ്ന സുന്ദരി വന്ന് കളിക്കാൻ പോവുകയാണ്. നമുക്ക് അവളുടെ ഡാൻസ് കാണാം, ആസ്വദിക്കാം, പിന്നെ അവളുടെ കൂടെ ചേർന്ന് ആടുകയും ചെയ്യാം. ആടുമ്പോ നുള്ളുകയോ അല്ലെങ്കിൽ കൈ പിടിച്ച് വലിക്കുകയോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പ്രശ്നമായിരിക്കും. താൻ എന്തൊക്കെയാണോ ഈ വിളിച്ചു പോകുന്നേ? തന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഡാൻസ് കണ്ട് ഞങ്ങൾ കൈതട്ടിയാൽ മാത്രം മതി. തിരുവനന്തപുരം ക്ലബിൽ പോയാലേ നല്ല ചരക്കുകൾ കാണാം. നമുക്ക് എന്തൊരു വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. എന്തോ തരികെടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഒരു കളി കളിക്കണം. ഹലോ സ്വപ്ന സുന്ദരി, വാന്നേ. കൈവിട്ട് പോയടാ. അയ്യോ, പോണെങ്കിൽ പോട്ടറാ. എന്തൊരു കളിയായിരുന്നു. അത് ശരിയാ. പക്ഷെ നമ്മൾ അതിനല്ലേ വന്നത്. ദൈവമേ, സഹിക്കാൻ പറ്റില്ലപ്പാ. നീ അത് വിടളിയാ.
പോലീസ് സ്റ്റേഷൻ അപ്പപ്പോ വന്നിട്ടേ പോലീസുകാരനെക്കാളും നല്ല സല്യൂട്ട് അടിക്കാൻ പഠിച്ചില്ലേ? നമസ്കാരം സാറേ. പന്നിയെ പോലെ ഉണ്ട്. ഹലോ, ആ, സാറേ. ആരെ വീട്ടിൽ അടിച്ചു മാറ്റിയത്? വീടല്ല മില്ല. ഇല്ലോ? അതെ സാറേ, മരക്കെട്ടിൽ ചാവി ഉണ്ടാക്കി എല്ലാം അടിച്ചു മാറ്റി സാറേ. സാർ, അയാൾ പറഞ്ഞൊക്കെ സത്യമാ. പക്ഷെ അടിച്ചു മാറ്റിയത് അരിയൊന്നുമല്ല, ഉമിയാ. ഉമിയോ? ഞാൻ 10 ദിവസത്തെ ലീവും കഴിഞ്ഞ് ഇന്നാണ് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത്. അതിനിടയ്ക്ക് നിന്റെയൊക്കെ തരികട തുടങ്ങിയോടാ? ഡോ, സാറേ. യോമാർക്ക് 4 പൂശി പറഞ്ഞേക്ക്. സാറേ, ഇതൊരു സാധാരണ വിഷയം കരുതണ്ട. ഇവൻ മോഷ്ടിച്ച ഉമി ഉപയോഗിച്ചേ ഇവൻ എന്താ ചെയ്തെന്ന് അറിയോ? എന്താ ചെയ്തേ? അത് നാടൻ വേടിയും മുണ്ടയും തയ്യാറാക്കിയിരിക്കുകയാണ്. ഡോ, സാറേ. നമ്മളടുത്ത് നല്ലൊരു കേസ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചോ. സാറേ, എന്താ എഴുതി വാങ്ങിക്കാൻ പറയണത്? അയാൾ എന്തെങ്കിലും ഏടാകൂടായിരിക്കും എഴുതി വാങ്ങിക്കാൻ പറയണത്. പിന്നെ നീ വലിയ അംബാനിയല്ലേ, ഇവന്റെ സ്വത്ത് എഴുതി വാങ്ങിക്കാൻ. ഡോ, യവന്മാരെ വിളിച്ചോണ്ട് പോ. അതിന്റെ കൂടെ ഈ കിഡ്നാപ്പേഴ്സിനെ വിളിച്ചോണ്ട് പോ. കോർട്ടിലേക്ക് ഞാൻ പുറകെ ആ ഉണ്ട്. ശരി സാറേ. സിന്ധു, നീ അവളെ വിളിച്ചോണ്ട് വാ. മറ്റേ തട്ടി ഇപ്പൊ തന്നെ അകത്താക്കി കളയാം. ഇത് കോർട്ടിൽ ശരി ശരി. പോവില്ലേ? ജംബോ, നീ ഒരു കണ്ണെടുത്തിട്ട് വാ. യവന്മാർക്കെതിരെ ഉണ്ടാവുള്ളൂ. ചേട്ടാ, ഷർട്ട് എടാ, പോടാ. കളി ചേട്ടനും ഭയങ്കര ചൂടിലാണ്. ഊഴിയിലിറക്കേണ്ട സമയം എന്നാ എന്താ തോന്നുന്നത്. കളിയാക്കണോ? നിന്നെയൊക്കെ അടിച്ചിട്ടേ 50 ചാക്കുമ്മി കാശ് കൊടുത്ത് വാങ്ങാൻ പറഞ്ഞ നിങ്ങൾ മോട്ടിച്ച് കോളാക്കിയില്ലേ? നിങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്ക്, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ വായി നല്ല പൊളിച്ചത് കേൾക്കും. അവനങ്ങോട്ട് തീർക്കു ജോണി. അവന് അവന്റെ ഒരു തലയും പണി നടത്താനായിട്ട് അഡ്വാൻസ് ചോദിക്കുമ്പോൾ പണി കഴിഞ്ഞിട്ട് തരാമെന്നാണോ പറയുന്നത്? കാശില്ലത് പിന്നെ അങ്ങോട്ട് പോയി എന്നെ ഉണ്ടാക്കാനാണ്. അതുകൊണ്ടല്ലേ അടിച്ചു മാറ്റിയത്. അപ്പൊ പിന്നെ ഞാൻ അല്ല, ചുണ്ണാമ്പിന്റെ കാര്യം പറഞ്ഞതാണേ. ആ ഡാ പറയണടാ, നന്നായി പറയണടാ. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ സംസാരം. അകത്ത് പോയി കഴിഞ്ഞാലേ പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനം സംസാരിച്ചോളൂ. അതെന്താ വരാൻ പറ്റാത്ത? ജഡ്ജി ഞങ്ങളെ കൂട്ടോട് കയറുമ്പോ ദാ ഇങ്ങനെ കൈ വെച്ചിട്ട് എന്നെ ജഡ്ജി ചെയ്യുമാനെ മനസ്സിലായ? ഇവന് വിശക്കുന്നു പറഞ്ഞു. അതെ. കയ്യിലാണ് കാശില്ല. ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മോടിച്ചിട്ട് കൊടുത്തത്. അതാണ് കൊടുത്തത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ. ഞങ്ങളുടെ കാര്യം പറയും. അപ്പൊ അത് ഞങ്ങൾ വെറുതെ വിടും. സാറേ, എത്ര പ്രാവശ്യം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജെഡിയുടെ വായിന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണോ? ഇതല്ല കാര്യം, ഇനി നടക്കാൻ പോകുന്നതാണ് കാര്യം. ഈ ബോംബ് വെക്കുന്നില്ലേ, അവന് ശിക്ഷ കുറവാണ്. ആ ബോംബ് വെക്കാൻ സഹായിക്കുന്നില്ലേ, അവനാണ് ശിക്ഷ കൂടുതൽ. നിങ്ങൾ രണ്ടുപേർക്ക് അവസാനം വരെ ജയിൽ തന്നെയാണ്. ഇവനെന്താ തൂക്കിലേറ്റെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണത്? വലിയൊരു തെറ്റ് ചെയ്തിട്ട് തൂക്കിലേറ്റിലും കുഴപ്പമില്ലായിരുന്നു. ഭൂമി കെട്ടിടത്തൊന്നും പറഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെയും ഊരാൻ നോക്കണം. ശരി, നോക്കാം. എടാ, നിങ്ങളൊക്കെ വാങ്ങിക്കണ നോക്ക്. പെട്ടെന്ന് വിട്ടെ. എടാ, കൊടുക്കടാ, ഒന്ന് വേഗം കൊടുക്കടാ. ഇങ്ങോട്ട് കൊണ്ടുവരാ കഷണ്ടി. വണ്ടി എടുത്താ പറ. എടാ, വണ്ടി നിർത്തടാ, നിർത്ത്. അതിപ്പോ പൊട്ടിച്ചാലുണ്ടല്ലോ. എടാ, ഓടടാ. പോലീസ് ഇരുന്നോ? എടാ, വെടിവെച്ചേക്കടാ. അവൻ നെഞ്ചിലേ പിടി വയ്ക്കുള്ളൂ. ഞാനുണ്ടല്ലോ ദേ, ഇത് കണ്ടോ? ജോണി, ഓടാതെടാ. ജയിലിൽ മാത്രം നല്ല ഭക്ഷണം കിട്ടുള്ളൂ. ഫ്രീയിൽ കിട്ടുമെന്ന് വിചാരിച്ച് വലിച്ചു വാരി കയറ്റിട്ട് വയറും വെച്ചോണ്ട് ഒന്ന് വേഗം മാറും. എടാ, ഓടുന്നതിന് മുമ്പിനെ തോക്ക് കൊടുത്തിട്ട് പോടാ, ഇല്ലെങ്കിൽ ജോലി പോയേക്കും. അമ്മായി, എന്തിനാ ഇവരിങ്ങനെ ഓടുന്നത്? ആരെങ്കിലും കൊന്നിട്ടാണോ? യവന്മാർക്ക് ഇത് തന്നെയാണ് പണി. നീ കളിക്ക്. അവരുടെ പുറകെ ഒന്നും ഓടല്ലേട്ടാ. ഗുണ്ടകളാണ് അവന്മാർ, കൊന്നുകളയും നിന്നേക്ക്. ഒന്നും മിണ്ടാതിരിക്കത്തല്ലേ. എടാ എടവന്മാരി എവിടെയാ പോയിന്ന് അറിയില്ലല്ലോ. എടാ ജബ്ബു, അവന്മാര് ഇത് കൂടെയാ പോയിട്ടുണ്ടാവാ. എടാ ജബ്ബു, ഇതിലെ വഴിയടാ. ഇങ്ങോട്ട് പോ, വാ, ഇങ്ങോട്ട് വാ. ഈ വയസ്സായ കാലത്ത് നമ്മളോട് ഓടിച്ചല്ലോ. എന്ത് പോലീസുകാരന്മാര് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നേ? വേട്ടക്കാരന്മാര്. പോലീസിനെ വരട്ടിക്കൊണ്ട് വരണമെങ്കിൽ യുവമാരായിരിക്കും ധൈര്യമുള്ള വേട്ടക്കാരന്മാര്. ജോണി ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് പോരാ. യുവമാര് പോലീസിനെ വെടിവെച്ചിട്ട് ജയിലിൽ പോയാലോ? നമ്മുടെ പണി നടക്കൂല. എങ്ങനെയെങ്കിലും യുവമാരെ മടക്കി വിളിച്ചോണ്ട് പോണം. തോക്ക് പോയിന് ഇപ്പൊ എന്താ ഉത്തരം പറയാ? യുവമാരത് എങ്ങോട്ടാ? തോക്ക് പഴയതാണെങ്കിലും ഓഫീസേഴ്സ് വിടില്ലല്ലോ. ഇതിലെയാണ് പോയി താമര. നേരെ നേരെ പോയിക്കോളൂ. അതെ, അനിമരെ നിക്കി നിക്കി.
അനിയമോരെ, നിങ്ങളെപ്പോലെ വേട്ടക്കാരന്മാർക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെ. പോലീസ് ചായയും കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകുന്നത് തെറ്റായിരിക്കും. അതിനുവേണ്ടി തോക്ക് കൊടുത്തോണ്ട് പോലീസുകാർ വെടിവെക്കാൻ പോകുന്നത് ഞാനല്ലല്ലോ. ആവശ്യമില്ലാതെ കൊലയാളി ആകണ്ടല്ലോ. അത് ശരി. അപ്പൊ നിങ്ങൾ പോലീസൊന്നും അല്ലല്ലേ? അയ്യോ, ഞാൻ പോസ്റ്റ്മാൻ പോലും അല്ലല്ലോ. ഒരു ജോലിയായിട്ട് ഇവിടെ വന്നതാ. ആവശ്യപ്പെട്ടത് കൈ കിട്ടിയതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇതാ എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നു. ഞാൻ കൊടൈക്കനാലിൽ വരിക അനിയ. എൻ്റെ മുതലാളി ഒരു കാട് ലേലം എടുത്തിരിക്കുക. ആ കാട്ടിൽ മരം വെട്ടണമെങ്കിൽ ആൾക്കാർ വരണമല്ലോ. കാട്ടിനകത്ത് ചെന്നായ്ക്കൾ കുറേ ഉണ്ടെന്ന് ആൾക്കാരും പണിയെടുക്കാൻ വരുന്നില്ലെന്നേ. നിങ്ങളെപ്പോലെ വേട്ടക്കാർ അവിടെ വന്ന് തോക്കും വെച്ച് അവിടെ നിന്നാലുണ്ടല്ലോ, ആൾക്കാരും പണിക്കരും ഞങ്ങൾക്കും മരം മുറിക്കാൻ പറ്റും. കുറേ ദിവസത്തിന് വേണ്ട, ഒരൊറ്റ മാസത്തിന് മാത്രം. നിങ്ങളൊന്നും വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. താമസിക്കാൻ സ്ഥലം, വയറ് നിറയെ ശാപ്പാട്, കൈ നിറയെ ശമ്പളവും തരും. ഇതൊക്കെ ഞാൻ മുതലാളിത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഏർപ്പാടാക്കാന്നേ. ഇയാളെന്തോ കുറുക്കൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ച് പോകാവോ? എടാ, പോലീസുകാരിൽ നന്ദിയുള്ളതാ പട്ടികള്. പട്ടി വന്നാ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാടാ. പട്ടികൾ രണ്ട് വിധത്തിലാ. ഒന്ന് ടെറർ, ഒന്ന് സോഫ്റ്റ്. ഈ ടെററായിട്ടുള്ളത് വേസ്റ്റാ. കുനിഞ്ഞ് കല്ലെടുക്കുമ്പോഴേക്കും പാഞ്ഞു കളയും. ഈ സോഫ്റ്റ് ആയിട്ടുള്ളതില്ലേ, അതാണ് ഡേഞ്ചർ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് കയ്യിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്നോരണ്ട വലിച്ചെറിഞ്ഞ് അത് എടുത്തോട്ട് പോവും. ഇതും പേടിച്ചോണ്ടാ പോകണ്ടെന്ന് പറയണത്. നീ പറഞ്ഞത് ശരിയാ. പോലീസിന്റെ കൈപ്പെട്ട പിന്നെ 8ന്റെ പണിയാ. കാട്ടിലേക്ക് എസ്കേപ്പ് ആയാലോ? അത് കൊള്ളാം. അടിച്ചു പറ്റാൻ പറഞ്ഞ എത്ര നല്ലതാ. ഇതേ നോക്ക്, നിങ്ങളെ കണ്ടൊരു പള്ളിലച്ചനെ പോലെയുണ്ട്. ഞങ്ങൾ വരാം. എനിക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമൊക്കെ അത് വരൂ വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അറിയാലോ.